It's me, Shailyas from Good Design. പുതിയൊരു കളക്ഷനാണ് ലോട്ടസ് സിൽക്കിൽ വരുന്നതായിട്ട് കേട്ടോ. നല്ല നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട്. ലോട്ടസ് സിൽക്കിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. മസ്ലിൻ സിൽക്കാണ് ടോപ്പ് വരുന്നത്, സോറി ദുപ്പട്ട വരുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പേസ്റ്റ് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാം. നമുക്ക് റീപ്ലേസ്മെന്റ് റിഫണ്ടുകൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. 4 ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പീകോക്ക് ഗ്രീൻ ആണ്. അത് ഒരിക്കലും ഇതിന്റെ സെയിം ടോൺ കിട്ടില്ല. പീകോക്ക് ബ്ലൂ ആയിട്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതോടെ ഞാൻ വ്യക്തമായിട്ട് പറയണം കേട്ടോ. ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48 ഒക്കെയാണ് ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക. 4XL സൈസ് ആയിരിക്കും. അതിലുള്ളതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ബന്ദേജ് ഡിസൈനിനോട് സിമിലർ ആയിട്ടുള്ള ബന്ദേജ് ഡിസൈൻ തന്നെയാണ്. അത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്ക് ഏരിയയിലേക്ക് ഇതുപോലെ സീക്വൻസും മിറേഴ്സും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ഉണ്ട്. ലോവർ ഏരിയയിലേക്ക് വരുന്നുണ്ട്. നല്ലൊരു പീകോക്ക് ഗ്രീൻ ലോട്ടസ് സിൽക്കിൽ വരുന്ന ടോപ്പാണ്. അതിലേക്ക് നല്ല ഷാൻഡോൾ പ്രീമിയം ഷാൻഡോളിൽ വരുന്ന ബോട്ടം വിത്ത് മസ്ലിൻ സിൽക്ക്. മസ്ലിൻ സിൽക്കിന് ഫുള്ളി ആ ഒരു ലോട്ടസ് പ്രിന്റിന്റെ പോലെ ആ ഒരു ചെറിയ വീവ് വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് പീകോക്ക് ഗ്രീൻ. പ്രത്യേകം നോട്ട് ചെയ്യണം, പീകോക്ക് ബ്ലൂ അല്ല, പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്. ആക്ച്വലി ഒരു മെഹന്തി ഗ്രീനിന്റെ ലൈറ്റ് ടോൺ യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടാവില്ലേ, എന്ത് ഷെയ്ഡ്? ഗോൾഡൻ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, മസ്റ്റാർഡ് ആണ്. മസ്റ്റാർഡിന്റെ ടൈപ്പാണ്, പക്ഷെ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു ശരിക്കും പയറിന്റെ ഉള്ളിലത്തെ ഒരു ഷെയ്ഡ്, പയറിന്റെ ആ ഒരു ഷെയ്ഡ് കേട്ടോ അല്ലേ, ആ ഷെയ്ഡ് വരുന്നത്. പ്രീമിയം ഷാൻഡൂൺ ആണ് ബോട്ടം വരുന്നത്. അതുപോലെ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ലോട്ടസ് സിൽക്ക് ആണ്. 48 ആയിരിക്കും ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക. 4XL സൈസ് ആണ് വരിക. ഇതുപോലെ നെക്ക് ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മിറർ വർക്കും അതുപോലെ സീക്വൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്ക് പാർട്ട് വരുന്നുണ്ട് ബന്ദേജിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. നെക്ക് ഏരിയ ഇങ്ങനെ വരും. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ക്രേപ്പ് ലൈനിങ് തന്നെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. സോഫ്റ്റ് ക്രേപ്പ് ലൈനിങ്സ് കിട്ടും, അത് യൂസ് ചെയ്യുക കേട്ടോ. അതിലേക്ക് മസ്ലിൻ സിൽക്ക് ആണ്. മസ്ലിൻ സിൽക്കിലെ ഫുള്ളി സെറി വീവ് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. പക്ഷെ സെറി വീവ് ഉണ്ടായാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ മാച്ചിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. മസ്റ്റാർഡ് യെല്ലോ കേട്ടോ, ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള മസ്റ്റാർഡ് മെഹന്തി ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള. അടുത്തത് വരുന്നത് അടിപൊളി ഒരു ഷെയ്ഡാണ്. എന്ത് ഷെയ്ഡാണ് പറയുന്നത്? ആക്ച്വലി ബീട്രൂട്ട് ഷെയ്ഡാണ്. ബീട്രൂട്ട് നമ്മള് പണ്ട് പേര് വെച്ചപ്പോഴത്തെ ഷെയ്ഡ് ഒരു റെഡ് മിക്സ് ആവില്ലേ, അങ്ങനെ ഒരു ഷെയ്ഡ് കേട്ടോ. വൈൻ റെഡ് വെച്ച് കഴിഞ്ഞാൽ അല്ല, ബീട്രൂട്ട് മിക്സ്ഡ് ആയിട്ടൊരു ടോൺ. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത്. 48 ആണ് ടോപ്പ് ലെങ്ത് വരാം. മെറൂൺ ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ബീട്രൂട്ട് ടച്ച് വരുന്നൊരു മെറൂൺ കളർ കേട്ടോ. അതിലേക്ക് സെയിം ലോട്ടസ് സിൽക്ക് ആണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. ദുപ്പട്ട വരുന്ന മസ്ലിൻ സിൽക്ക് ആണ് വിത്ത് ഫുള്ളി സെറി വീവ് ചെയ്തിട്ടുള്ളതാണ്. 3rd ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അടുത്തത് നല്ല കംഫർട്ടബിൾ ആണ്, ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുക. ലാസ്റ്റ് വൺ വരുന്നത് പാരറ്റ് ഗ്രീൻ ടോണിൽ വരുന്നതാണ് ലാസ്റ്റ് ഷെയ്ഡ്. അതിലേക്ക് പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ? പാരറ്റ് ഗ്രീനും ഒരു മെഹന്തി ഗ്രീനോട് മിക്സ്ഡ് ആയിട്ടുള്ള ടോൺ കേട്ടോ. പ്രീമിയം ഷാൻഡൂൺ ആണ് ബോട്ടം വരുന്നത്. അതിലേക്ക് ബന്ദേജിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ടോപ്പിലേക്ക് വരിക. ലോട്ടസ് സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ. നെക്ക് പാർട്ട് ഫുള്ളി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സും സീക്വൻസും ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്ന മസ്ലിൻ സിൽക്ക് വിത്ത് ഫുള്ളി സെറി വീവ്ഡ് ആയിട്ടുള്ള വീവ് ചെയ്തിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത്. ഓക്കെ, അപ്പൊ 4 ഷെയ്ഡാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റ് ആണ് വരുന്നത്. പെട്ടെന്ന് ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരാം. അതായിരിക്കും ബൈ.